നിന്നിലേക്ക്. രചന മിഴിമോഹന. ആ സമയം ഇൻസ്പെക്ടർ അവർക്കടുത്തേക്ക് നടന്നു വന്നു. മൂവരെയും മാറി മാറി നോക്കിക്കൊണ്ട് ഞരങ്ങുന്ന സേതുമാധവനടുത്തേക്ക് മുട്ടുമടക്കിയിരുന്നു. മെല്ലെ തലചരിച്ച് പ്രസാദിനെ നോക്കി. ഇയാൾ ചത്തിട്ടില്ല പ്രസാദേ. ശേഷം കണ്ണുകൾ അല്പം ദേഷ്യത്തോടെ കിച്ചണിലേക്കും സുധിയിലേക്കും സതീഷിലേക്കും പോയതും മൂവരും വല്ലാത്ത ഭാവത്തിൽ അയാളെ നോക്കി. എടേ, തലയ്ക്കടിക്കുമ്പോഴേ ചത്തെന്നെങ്കിലും ഉറപ്പുവരുത്തണ്ടേ? പിന്നെന്തിനാ നീയൊക്കെ ആണാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? പൊടുന്നനെ ഇൻസ്പെക്ടറിൽ നിന്ന് അങ്ങനെ കേട്ടതും മൂന്നുപേരും സംശയത്തോടെ കണ്ണു തള്ളി. സിസ്റ്ററെ, നിങ്ങൾ പറഞ്ഞത് മുഴുവൻ നുണയാണെന്ന് എനിക്കറിയാം. തണ്ടും തടിയുമുള്ള ആണുങ്ങൾക്ക് പോലും ഈ കാട്ടുപോത്തിനെ നേരിടാൻ കഴിയില്ല. അപ്പോഴല്ലേ 5 അടി നീളം വെച്ചുകൊണ്ട് 6 അരയ്ക്ക് മുകളിലുള്ള ഇവനെ ചാടിയടിക്കാൻ സിസ്റ്റർക്ക് കഴിയുന്നത്. അതുമാത്രമല്ല, നല്ല ഭാരമുണ്ട് ഈ പാരയ്ക്ക്. പറഞ്ഞുകൊണ്ട് പോക്കറ്റിലെ കർച്ചീഫ് കയ്യിലെടുത്ത അയാൾ നേരിയ ചിരിയോടെ നിലത്ത് കിടന്ന കമ്പിപ്പാര കയ്യിലെടുത്തു. ആ നിമിഷം സരയു തല താഴ്ത്തി. സാറേ, ഞാനാ അവൻ്റെ തലക്കിട്ടടിച്ചത്, ആ കൊച്ചല്ല. അതിനെ ഉപദ്രവിച്ചപ്പോൾ രക്ഷിക്കാൻ വന്ന ഈ പിള്ളേരെ അവൻ കൊല്ലാൻ നോക്കി. പ്രാണരക്ഷാർത്ഥം ചെയ്തു പോയതാ. സതീഷ് അല്പം മുൻപോട്ട് വന്നു. അതുങ്ങളെ വെറുതെ വിടണം സാറേ. ജീവിതം പോലും തുടങ്ങിയ പിള്ളേരല്ല. സതീഷ് പറയുന്നത് കേൾക്കുമ്പോൾ സുധിയും കിച്ചനും കണ്ണൊന്നു നിറച്ചു. എടോ, ഇവനെ എടുത്ത് വണ്ടിയിലിട്, എന്നിട്ട് ഈ പാര കൊണ്ടുപോയി ഏതെങ്കിലും തോട്ടിക്കളാം. സതീഷിനെ ശ്രദ്ധിക്കാതെ ഇൻസ്പെക്ടർ പാര ഒരു കോൺസ്റ്റബിളിൻ്റെ കയ്യിൽ കൊടുത്തു. സാർ. അയാൾ അത് വാങ്ങി മുൻപോട്ട് നടക്കുമ്പോൾ പ്രസാദും കൂടെയുള്ളവരും കൂടി സതീഷിനെ പൊക്കി വണ്ടിയിലിട്ടതും സേതുവിനെ പൊക്കി വണ്ടിയിലിട്ടതും സതീഷും കിച്ചനും സുധിക്ക് നേരെ തിരിഞ്ഞു നിന്നു. ഞാൻ പോയിട്ട് വരാം മക്കളെ. തമാശയായിട്ടാണെങ്കിലും മോനെ അമ്പാടി, എൻ്റെ മോളെ നോക്കിക്കൊള്ളാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അവനെ നല്ലപോലെ നോക്കുമെന്ന് എനിക്കറിയാം. സതീഷ് കണ്ണു തുടയ്ക്കുമ്പോൾ അമ്പാടി ഒന്ന് വിതുമ്പി. പെങ്ങളെ. സരയുവിന് കൈകൊണ്ട് യാത്ര പറഞ്ഞ് മുൻപോട്ട് നടന്ന സതീഷ് പുറകിലെ ഡോർ തുറന്നത് ഒരു കാല് അതിലേക്ക് എടുത്തു വെച്ചു. താനിത് എവിടെ കയറി പോവുക? ഇൻസ്പെക്ടർ തറപ്പിച്ചൊന്ന് നോക്കി അവനെ. നമുക്ക് പോകണ്ടേ സാറേ? ഇങ്ങോട്ട് ഇറങ്ങടോ. തന്നോട് ഞാൻ പറഞ്ഞോ തന്നെ അറസ്റ്റ് ചെയ്തെന്ന്? ഇൻസ്പെക്ടർ പറഞ്ഞതും നിന്ന നിൽപ്പിൽ ചുമൽ കൂച്ചി സതീഷ്. അതോ തനിക്ക് സ്റ്റേഷൻ വരെ വരണമെങ്കിൽ പോരെ? 2 ദിവസം കൊതുക് കടി കൊണ്ടിട്ട് വരാം. ഇൻസ്പെക്ടർ ചെറുതായി ഒന്ന് ചിരിച്ചു. വേണ്ട. പറയുന്നതിനൊപ്പം സതീഷ് ജീപ്പിൽ നിന്ന് ഇറങ്ങി. ആ നിമിഷം സുധിയും കിച്ചനും ഒന്നും മനസ്സിലാകാതെ പരസ്പരം നോക്കി. നേരത്തെ ചിരിയോടെ ഇൻസ്പെക്ടർ അവരുടെ അടുത്തേക്ക് വന്നു. നിങ്ങൾ ചെയ്തത് ക്രൈം തന്നെയാണ്. പോലീസിനെയും നിയമത്തെയും നോക്കുകുത്തിയാക്കി നിർത്തി അവനെ കൈകാര്യം ചെയ്തത് നിയമത്തിന് മുമ്പിൽ തെറ്റ് തന്നെയാണ്. പക്ഷേ എൻ്റെ മുൻപിൽ അതൊരു തെറ്റല്ല. പെൺമക്കളുള്ള ഏതൊരു അച്ഛനും ചെയ്യുന്ന തെറ്റേ താനും ചെയ്തിട്ടുള്ളൂ. എനിക്കും ഉണ്ടടോ വളർന്നു വരുന്ന ഒരു മോള്. ഇൻസ്പെക്ടർ സതീഷിനെ നോക്കിക്കൊണ്ട് തുടർന്നു. എനിക്ക് പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ കിട്ടാൻ കാരണമായ മുതലാണ് ആ കിടക്കുന്നത്. അല്ലെങ്കിലേ ഞാൻ ആ കാട്ടുമുക്കിൽ വരുവോടെ? ഇൻസ്പെക്ടർ ചിരിയോടെ വീണ്ടും പറയുമ്പോൾ കിച്ചനും സുധിയും പരസ്പരം ഒന്ന് നോക്കി. എടാ, കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ വഴി ചാടിപ്പോയതായി തെണ്ടി. സാർ ഉൾപ്പെടെ 4 പേർക്കാണ് സസ്പെൻഷൻ കിട്ടിയത്. പ്രസാദ് മുൻപോട്ട് നടന്നു വന്നു. അതെ, സസ്പെൻഷൻ കഴിഞ്ഞ് പണിഷ്മെൻറ്റ് ട്രാൻസ്ഫർ, അതും ഇങ്ങോട്ട്. ഇന്നലെ ഇവനെ കണ്ടെന്ന് പ്രസാദ് പറഞ്ഞപ്പോൾ തുടങ്ങി ഞങ്ങൾ വല വീശിയതാണ്. അപ്പോഴാണ് പ്രസാദിൻ്റെ മകൾ വിളിക്കുന്നത്. ഇൻസ്പെക്ടർ അമ്പാടിയെ നോക്കി. മിടുക്കനാ ഇവൻ. സാമൂഹിക ബോധം ഈ പ്രായത്തിലെ ഇവനുണ്ട്. ഇൻസ്പെക്ടർ പറയുമ്പോൾ സതീഷ് കാണാൻ പാകത്തിന് അല്പം മുൻപോട്ട് കയറി നിന്ന് അമ്പാടി. അമ്മായിയച്ഛനെ ഇപ്പോഴേ വളയ്ക്കാൻ നോക്കുക. കിച്ചൻ പല്ല് കടിച്ചു. സുധി കേൾക്കാൻ പാകത്തിന് പറഞ്ഞതും ആരും കാണാതെ അവൻ്റെ കാലിലൊന്ന് ചവിട്ടി സുധി. എടാ സുധി, ഇവൻ വിളിച്ചു പറയുമ്പോൾ എനിക്കെന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. പ്രസാദ് മുൻപോട്ട് വന്നു. ഇവനെ പൂട്ടാൻ വേണ്ടി തന്നെയാണ് ഞങ്ങളും വന്നത്. അപ്പോഴേക്കും നീയൊക്കെ കൂടി എടുത്തു മേഞ്ഞില്ലേ?
പ്രസാദ് ഒന്ന് ചിരിച്ചു. എന്തായാലും ഞങ്ങളവനെ കൊണ്ടുപോവാം. ഇൻസ്പെക്ടർ പറഞ്ഞതും കിച്ചൻ അയാളെ സംശയത്തോടെ നോക്കി. സാർ, അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് പ്രശ്നമാകില്ലേ? അതിനല്ലേ ഞാനിവിടെ ഉള്ളത്. കോടതിയിൽ കൊണ്ടുപോകും വഴി ചാടിപ്പോയ പ്രതിയെ സാഹസികമായി കീഴടക്കിയ ഇൻസ്പെക്ടർ ജോർജ് തോമസിന് സർക്കാർ വക ഒരു പൊൻതൂവൽ. എടേ, എനിക്കും ഇരിക്കട്ടെ അങ്ങനെ ഒരു പൊൻതൂവൽ. അതോ നിനക്ക് വേണോ? ഇൻസ്പെക്ടർ സതീഷിനെ നോക്കി. എൻ്റെ പൊന്നു സാറേ, എനിക്ക് വേണ്ട. ആ പൊൻതൂവൽ മുഴുവൻ സാറ് തലയിൽ വെച്ചോ. സതീഷ് കൈയെടുത്ത് തൊഴുതതും ഇൻസ്പെക്ടർ ഉറക്കിയൊന്ന് ചിരിച്ചു. ചുമ്മാതാടോ, ഇവനെ കൊണ്ടുവന്നാൽ സർക്കാർ ചെലവിൽ ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇവന് സർക്കാർ ചെലവിൽ ഉണ്ടുറങ്ങി സുഖിക്കാം. പിന്നെ ആരോഗ്യം വീണ്ടെടുത്താൽ അവൻ വീണ്ടും വരും. ഒന്ന് കരുതിയിരുന്നോണോ എല്ലാവരും. പറഞ്ഞുകൊണ്ട് ജീപ്പിൽ കയറി അയാൾ. അപ്പോൾ ശരി, സാഹസികമായി ഞാൻ കീഴടക്കിയ മുതലിനെ കൊണ്ടുപോകട്ടെ. പറ്റുമെങ്കിലേ ഒരു ട്രാൻസ്ഫറിനുള്ള വഴിയും നോക്കണം. അയാൾ ഒന്ന് ചിരിക്കുമ്പോൾ പുറകിൽ കൂടി വന്ന പ്രസാദ് സതീഷിൻ്റെ വയറ്റിലൊന്നിടിച്ചു. ശ്വാസം എടുത്തു വിടുക എന്ന് പറഞ്ഞുകൊണ്ട് പ്രസാദും ജീപ്പിൽ കയറി. ജീപ്പ് മുൻപോട്ട് പോകുമ്പോൾ 3 പേരും ഒരു പേമാരി ഒഴിഞ്ഞതുപോലെ ശ്വാസം വലിച്ചു വിട്ടു. സരയു ചിരിയോടെ കണ്ണ് തുടയ്ക്കുന്നതിനൊപ്പം കുഞ്ഞിനെ താഴേക്ക് നിർത്തി. എടോ, കടുപ്പത്തിൽ ഒരു സുലൈമാനി കിട്ടുമോ? ജീവൻ നേരെ വീണത് ഇപ്പോഴാ. സുധി പറഞ്ഞുകൊണ്ട് വരാന്തയിലേക്ക് ഇരിക്കുമ്പോൾ ചിരിയോടെ തലയാട്ടി അകത്തേക്ക് പോയി അവൾ. ചേച്ചി, എനിക്കും പറഞ്ഞുകൊണ്ട് കിച്ചനും അവൻ അടുത്തേക്കിരിക്കുമ്പോൾ പടിയിൽ ചെന്ന് നിന്ന് സരയു ചിരിയോടെ തലയാട്ടി. ആ സമയം ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് സതീഷ് തലചിരിച്ച് അമ്പാടിയെ നോക്കി. എടാ, അതിനിടെ നീ എന്താ പറഞ്ഞത്? ഞാൻ എന്തു പറഞ്ഞു? കിച്ചനോട് ചേർന്നുള്ള തൂണിൽ ചാരി നിന്ന് അമ്പാടി കണ്ണൊന്നു തള്ളി. എൻ്റെ മോള് മാർക്കണ്ടേയെ നീ നോക്കിക്കോളാമെന്നല്ലേ പറഞ്ഞത്? എന്ത് ധൈര്യത്തിലാണടാ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ +2 പഠിക്കുന്ന നീ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞത്? അത് പിന്നെ മാമൻ ജയിലിൽ പോയാൽ അവൾക്കൊരു സംരക്ഷണം വേണ്ടേ? നഖം കടിച്ചമ്പാടി. താൻ എന്ത് മനുഷ്യനാണടോ? സാമൂഹിക ബോധമുള്ള ചെറുക്കനെ തളർത്തരുത്. വളർന്നു വരുന്ന തലമുറയുടെ ഭാവി വാഗ്ദാനമാണ് ഈ നിൽക്കുന്നത്. കിച്ചൻ അവനെ തലയുയർത്തി നോക്കുമ്പോൾ ഇളിഞ്ഞ ഒരു ചിരി ചിരിച്ചവൻ. അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചേട്ടാ. അതുകൊണ്ടല്ലേ അയാൾ ഇവിടെ കിടന്ന് കറങ്ങുന്നത് കണ്ടപ്പോൾ തന്നെ സംശയം തോന്നി ഞാൻ കിച്ചേട്ടനെ വിളിച്ചത്. ഇന്നലെ നമ്പർ തന്നത് കാര്യമായി. അമ്പാടി പറയുമ്പോൾ കിച്ചൻ അവൻ്റെ കയ്യിൽ പിടിച്ചു. എടോ, ഒന്നുമില്ലെങ്കിലും അവൻ്റെ ഈ നല്ല മനസ്സ് കണ്ടില്ലെന്ന് നടിക്കരുത്. തൻ്റെ മോൾ എന്തോന്നാ മാർക്കണ്ടേയ. കിച്ചൻ പകുതി വിക്കിയതും അമ്പാടി ഇടയിൽ കയറി. ആ, അത് തന്നെ. അതിനെ നോക്കിക്കൊള്ളാമെന്ന് അവൻ പറഞ്ഞല്ലോ. നന്ദി വേണോടോ, നന്ദി. കിച്ചൻ പറഞ്ഞതും അവൻ്റെ തോളിലൊന്ന് അടിച്ചമ്പാടി. എന്നാലും തനിക്ക് ഈ പേരെവിടുന്ന് കിട്ടി? മനുഷ്യക്കുഞ്ഞ് തന്നെയാണോ അത്? കിച്ചൻ സതീഷിനെ അടിമുടി നോക്കുമ്പോൾ സുധി ചിരിയൊന്ന് അടക്കി പിടിച്ചു. ആ പേരാണ് എന്നെയും ആകർഷിച്ചത്. അമ്പാടി നാണത്തോടെ തൂണിലെ പെയിൻറ്റിൽ മെല്ലെ ചുരണ്ടി. പോടാ അവിടുന്ന്. സതീഷ് അവനെ ഒന്ന് നോക്കി കിച്ചണിലേക്ക് തിരിഞ്ഞു. നല്ല പേരല്ലേ? മൂത്തത് മാർക്കണ്ടേയ, രണ്ടാമത്തേത് ഗൗരാംഗി, മൂന്നാമത്തേത് ഹരിനാക്ഷി. സതീഷ് രണ്ടുപേരെയും മാറി മാറി നോക്കി. ഇനി ഒരു മോൻ കൂടി വേണം. അവനിടാൻ ഒരു പേര് കണ്ടുപിടിച്ചു വെച്ചിട്ടുണ്ട്. കടോൽക്കജൻ എന്നാണോ മാമ? അമ്പാടി തല ഉയർത്തി. ചി പോടാ, അതൊന്നുമല്ല, അതൊക്കെ രഹസ്യമാണ്. സതീഷ് അവർക്കൊപ്പം ഇരുന്നു. എൻ്റെ പൊന്ന് സതീഷേട്ടാ, വായി കൊള്ളുന്നത് വല്ലതും ഇടണേ. കിച്ചൻ പറഞ്ഞുകൊണ്ട് സുധിയെ നോക്കി. താനാണോ ഇങ്ങേർക്ക് ഈ പേരൊക്കെ പറഞ്ഞു കൊടുത്തത്? അല്ല, സാധാരണ തൻ്റെ കവിതകളിലാണല്ലോ ഇതൊക്കെ കാണുന്നത്. ഏയ്, ഞാനൊന്നുമല്ല. സുധി പറയുമ്പോഴേക്കും സരയു കട്ടൻ ചായ കൊണ്ടുവന്നു. അതെടുത്തുകൊണ്ട് സുധി സതീഷിനെ നോക്കി. നിങ്ങൾക്കിതിൻ്റെ അർത്ഥമൊക്കെ അറിയോ? അർത്ഥമൊന്നും എനിക്കറിയത്തില്ല. സന്തുഷ്ടമായ കുടുംബജീവിതത്തിൽ അർത്ഥമൊന്നും ചോദിക്കാൻ പാടില്ലെന്ന് നിയമമുണ്ട്. സതീഷ് പറയുമ്പോൾ കിച്ചൻ അമ്പാടിയെ നോക്കി. നിനക്ക് വല്ലതും മനസ്സിലായോ?
അവനില്ലെന്ന് കണ്ണടച്ചു. നിന്റെ മാർക്കണ്ഡേയയുടെ അർത്ഥം ചോദിച്ചതിന് ചിത്രചേച്ചി ഒലക്കയ്ക്കടിച്ചു. അതുകൊണ്ടേ ബാക്കി താഴോട്ട് ചോദിച്ചിട്ടില്ല. നീയും ഒരെണ്ണം തയ്ച്ചു വെച്ചോ. കിച്ചൻ ഗ്ലാസ് വായിലേക്ക് വെക്കുമ്പോൾ സരയു ചിരിയടക്കി മുറ്റത്തേക്ക് നോക്കി. മൂപ്പടിൽ സംശയത്തോടെ ചുറ്റും നോക്കി വരുന്ന ലച്ചു. മൂപ്പട് വശത്തൊതുക്കി അവൾ ആകെ പരിഭ്രമത്തോടെ നോക്കി. ഇതെന്താ സുധിയേട്ടാ, നിങ്ങളെല്ലാവരും ഇവിടെ? അയ്യോ, രക്തം! അവളുടെ കണ്ണുകൾ ചുറ്റും ഒന്ന് പാഞ്ഞു. അത് സരയുവിനെ ഒരാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു. അയാളെ ചെറുതായി ഒന്ന് കൈകാര്യം ചെയ്യേണ്ടി വന്നു. പിന്നെ പോലീസ് വന്ന് അയാളെ കൊണ്ടുപോയി. സുധി പറഞ്ഞുകൊണ്ട് ചായ ഗ്ലാസ് പടിയിൽ വയ്ക്കുമ്പോൾ ലച്ചു ചുറ്റും ഒന്നുകൂടി നോക്കി. മുറ്റത്ത് തളം കെട്ടി നിൽക്കുന്ന രക്തത്തിലായിരുന്നു ആ നിമിഷം അവളുടെ കണ്ണുകൾ. ലച്ചു ചേച്ചി. ആ പൊടുന്തനെ അമ്പാടിയുടെ ശബ്ദം കേട്ടതും ഒരു ഞെട്ടലോടെ തല ഉയർത്തി പെണ്ണ്. ഇന്നലെ സരേച്ചയെ കയറി പിടിച്ചവൻ തന്നെ. സതീഷ് മാമൻ അവനെ അടിച്ച് താഴെയിട്ടു. മാമൻ പുലിയാ. അമ്പാടി പറഞ്ഞതും കുടിച്ചുകൊണ്ടിരുന്ന ചായ നെറുകയിൽ കയറി സതീഷ് കണ്ണു തള്ളി ചുറ്റും നോക്കി. കയറി പിടിച്ചവനോ? ആ നിമിഷം സുധി കണ്ണൊന്ന് വെട്ടിച്ചു. കിച്ചൻ സംശയത്തോടെ സുധിയെ നോക്കി. ശേഷം അതേ സംശയത്തോടെ രണ്ടുപേരും അമ്പാടിയെ നോക്കുമ്പോൾ സരയുവും ലച്ചുവും പരസ്പരം ഒന്ന് കണ്ണെറിഞ്ഞു. എന്താ ലച്ചു ഉണ്ടായത്? സുധി എഴുന്നേറ്റ് മുൻപോട്ട് വന്നതും ലച്ചു സരയുവിനെ നോക്കി. നീ അയാളെ നോക്കണ്ട, കാര്യം പറ. സുധിയുടെ ശബ്ദം കനത്തു. അത് ലച്ചു കണ്ണു നിറച്ച് ചുറ്റും നോക്കി. സുധിയേട്ടാ, ഞാൻ പറയാം. അമ്പാടി അവർക്കിടയിൽ കയറി. ഇന്നലെ ഞങ്ങൾ നടന്നു വരുമ്പോഴേ അവൻ്റെ വായിൽ നിന്നും തലേന്ന് നടന്നത് മുഴുവൻ കേൾക്കുമ്പോൾ സുധി ശ്വാസമൊന്ന് എടുത്തു വിട്ടു. ലച്ചു ചേച്ചി, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ നമുക്കിത് കിച്ചേട്ടനോടും സുധിയേട്ടനോടും പറയാമെന്ന്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ അയാൾ വന്നില്ലേ ഇവിടെ? ഞാൻ കണ്ടില്ലായിരുന്നെങ്കിലോ? അമ്പാടി പറഞ്ഞു തീരും മുന്നേ കിച്ചൻ്റെ കൈ ലച്ചുവിൻ്റെ കവളി പതിഞ്ഞു. ആ അടിയിൽ ഒന്ന് പതറിപ്പോയ പെണ്ണ് മെല്ലെ ചിരിച്ച് നിറഞ്ഞ കണ്ണാലെ കിച്ചനെ നോക്കി. ഇതെന്തിനാണെന്നറിയോ നിനക്ക്? നിന്റെ ഒരു വാക്ക്, അത് മതിയായിരുന്നു ആ മിണ്ടാപ്രാണിയുടെ ജീവൻ അത് പോകാന്. കിച്ചൻ്റെ കൈ സരീവിലേക്ക് നീളുമ്പോൾ വാ പൊത്തി കരഞ്ഞവൾ. ഈ ചെറുക്കനുള്ള വിവരം പോലും നിനക്കില്ലാതെ പോയല്ലോ ലച്ചു. അയാൾക്ക് വാ തുറന്ന് പറയാൻ കഴിയില്ല, അത് സമ്മതിച്ചു. നിനക്കെങ്കിലും ഒരു സൂചന തരാമായിരുന്നു. സുധിയുടെ കുറ്റപ്പെടുത്തലും തന്നിലേക്ക് നീണ്ടതും ലച്ചു ധാവണി വായിൽ വെച്ച് ഉറക്കെ കരഞ്ഞു. സുധി, വേണ്ട. നീയും കിച്ചനും ചെയ്ത അതേ തെറ്റ് തന്നെയാണ് അവളും ചെയ്തത്. അല്ലെന്ന് പറയാൻ പറ്റുമോ? അവർക്കടുത്തേക്ക് വന്ന സതീഷ് രണ്ടുപേരെയും മാറി മാറി നോക്കുമ്പോൾ ഇരുവരും സംശയത്തോടെ പുരുക്കമുയർത്തി. കിച്ച, നീ ഇന്നലെ അത്രയും അടി വാങ്ങിക്കൂട്ടിയതും ഇത്രയും പേരുടെ മുൻപിൽ നാണം കെട്ടതിനും കാരണം സേതുമാധവനല്ലേ? വിളക്കെടുക്കുന്ന സമയം അവൻ ഈ പെങ്ങളെ ഉപദ്രവിക്കുമെന്ന് മനസ്സിലായതുകൊണ്ടല്ലേ നീ മാറ്റപ്പുരയിൽ പോയത്? കിച്ചൻ മെല്ലെ തലയാട്ടുമ്പോൾ ലച്ചു ഒരു ഉൾക്കിടലത്തോടെ അവനെ നോക്കി. സരയുവും ആ നിമിഷം പിടയ്ക്കുന്ന കണ്ണോടെ സതീഷിനെ നോക്കി. കിച്ച, സേതുമാധവനെക്കുറിച്ച് കേട്ടതെല്ലാം ശരിയാണോ എന്ന് എനിക്കറിയില്ല. എങ്കിലും ജനങ്ങൾക്കിടയിൽ പാടുന്നൊരു ചൊല്ലുണ്ട്, അവൻ ഒരു പെണ്ണിനെ നോട്ടമിട്ടാൽ അവൻ അവളെ സ്വന്തമാക്കിയിരിക്കുമെന്ന്. അതിൽ എത്രയും സത്യമായ കാര്യമുണ്ടെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ പെങ്ങളെ ഈ വീട്ടിലേക്ക് നിങ്ങൾ തനിച്ചു വിട്ടത് തെറ്റ് തന്നെയാണ്. സതീഷ് അത് പറയുമ്പോൾ കിച്ചനും സുധിയും കണ്ണു താഴ്ത്തി. അത് സതീഷേട്ടാ, അത്രയ്ക്ക് ഞങ്ങൾ കടന്ന് ചിന്തിച്ചിട്ടില്ല. സുധിയുടെ കണ്ണുകൾ അറിയാതെ സരയുവിലേക്ക് പാളി. അതുതന്നെയാണ് ഇവളും ചെയ്തത്. ഒരു പെണ്ണിനെ കടന്നു പിടിച്ചത് ചിലപ്പോൾ അവർക്ക് തുറന്നു പറയാൻ ബുദ്ധിമുട്ട് കാണും. ശരിയാണ്, ചിലപ്പോൾ ലച്ചു അത് പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കുമായിരുന്നു. സതീഷ് തലയൊന്നു കുലുക്കി. സരയു എന്തൊക്കെയോ പറയാൻ ശ്രമം നടത്തുമ്പോൾ സുധിയും കിച്ചനും സതീഷും സംശയത്തോടെ നോക്കി. അതേ മാമ, കിച്ചേട്ടനെ അയാൾ ഉപദ്രവിച്ചതിനെക്കുറിച്ച് ചേച്ചി ചോദിക്കുന്നതാ. അമ്പാടി പറയുമ്പോൾ സരയു ശ്വാസം എടുത്തു വിട്ടു. പെങ്ങളെ, ഇവൻ പെണ്ണുങ്ങൾ കുളിക്കുന്നത് കാണാനല്ല മാറ്റപ്പുരയിൽ വന്നത്.
പെങ്ങളുടെ പിന്നാലെ അവൻ ഇന്നലെ മുതലുണ്ടായിരുന്നു. അവനെ പിടിക്കാനാണ് ഇവൻ മാറ്റപ്പുരയിൽ പോയത്. പക്ഷെ കറങ്ങിത്തിരിഞ്ഞല്ല ഇവൻ്റെ തലയിലായെന്ന് മാത്രം. നീ പോലും ഇവനെ കുറ്റപ്പെടുത്തിയില്ലേ? സതീഷ് ലച്ചുവിന് നേരെ തിരിയുമ്പോൾ കണ്ണുനീരെ നിയന്ത്രിക്കാൻ പാടുപെട്ടവൾ. ഓ, നമ്മൾ പെണ്ണുപിടിയനും ആഭാസനും ഒക്കെ തന്നെയാണ്. പക്ഷേ അമ്മയും പെങ്ങളെയും തിരിച്ചറിയാൻ എനിക്ക് കഴിയും. ലച്ചുവിനെ അല്പം പുച്ഛത്തോടെ നോക്കിക്കൊണ്ട് കിച്ചൻ സരയുവിന് നേരെ തിരിഞ്ഞു. ചേച്ചി, എടുക്കാനുള്ളതെല്ലാം എടുത്തോ. മേലേപ്പാട്ടെ വീട്ടിൽ ഒരു മുറി ഇനി നിങ്ങൾക്കുള്ളതാണ്. കിച്ചൻ പറയുമ്പോൾ സരയു ഞെട്ടലോടെ എല്ലാവരെയും നോക്കി. എൻ്റെ ചേച്ചിയായിട്ടാണ് വിളിക്കുന്നത്, വരില്ലേ? കിച്ചൻ സരയുവിനെ നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ സുധിയിലും സതീഷിലും ചെന്ന് നിന്നു. പെങ്ങളെ, അവൻ പറഞ്ഞതാണ് അതിൻ്റെ ശരി. പിന്നെ ഈ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് ഓർത്താണെങ്കിൽ അത് ഞങ്ങളേറ്റു, അല്ലേ സുധി? സതീഷ് സുധിയെ നോക്കി. അതേടാ, ഇനി താൻ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫാണെന്ന് തോന്നില്ല. മേലേപ്പാട്ടാകുമ്പോൾ എല്ലാവരുടെയും ഒരു ശ്രദ്ധ വരും. ഇന്ന് പറ്റിയതുപോലൊരു അബദ്ധം ഇനി പറ്റരുത്. സുധി അത് പറയുമ്പോൾ എന്തോ പറയാനായി വിരലുകൾ എടുത്ത സരയോ പെട്ടെന്ന് തന്നെ അത് ഉള്ളിലൊതു. ചേച്ചി, മേലേപ്പാട്ട് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. അതല്ല, മറ്റുള്ളവരെ പോലെ ഞാനൊരു പെണ്ണുപിടിയനാണെന്ന് വിശ്വസിക്കുന്നെങ്കിൽ വേണ്ട. കിച്ചൻ കണ്ണൊന്ന് തെറ്റിച്ചു. കിച്ചേട്ടാ, ഞാൻ അറിയാതെ സോറി. ലച്ചു അവനടുത്തേക്ക് നീങ്ങി നിൽക്കുന്നതിനൊപ്പം അവളുടെ വാക്കുകൾ വിറകൊണ്ടു. മതി ലച്ചു, നീ ഞാനും ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതല്ല. ഓർമ്മ വെച്ച നാൾ മുതൽ എൻ്റെ കയ്യിൽ പിടിച്ച് നടന്നവളാ നീ. അന്നും ഇന്നും നിന്നോട് ഞാൻ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? കിച്ചൻ്റെ കണ്ണൊന്ന് നിറയുമ്പോൾ തല താഴ്ത്തിക്കൊണ്ട് അവൾ ഇല്ലെന്ന് മറുപടി പറഞ്ഞു. മതിയടാ, ഇനി നീ ഓരോന്ന് പറഞ്ഞ് അവളെ സങ്കടപ്പെടുത്തണ്ട. ലച്ചു, സരയുവിനെ കൊണ്ട് അകത്തേക്ക് ചെല്ല്. എന്നിട്ട് അയാളുടെ സാധനങ്ങളെല്ലാം എടുത്തു വയ്ക്കാൻ നീയും കൂടി സഹായിക്ക്. ഞങ്ങളും വരാം. സുധി ലച്ചുവിനെ പതുക്കെ ഒന്ന് തള്ളി. സരയുവിനൊപ്പം അകത്തേക്ക് നടക്കുമ്പോൾ അവളുടെ കണ്ണുകൾ കിച്ചണിൽ തങ്ങി നിന്നു. അവളെ ശ്രദ്ധിക്കാതെ മുഖം വെട്ടിക്കുന്നവനെ കാണെ അവളുടെ നെഞ്ചൊന്ന് പിടച്ചു. സുധി, ഞാൻ പോയി കാർ എടുത്തിട്ട് വരാം. അതിൽ കൊള്ളാനുള്ള സാധനങ്ങളല്ലേ കാണൂ? കിച്ചൻ മെല്ലെ അകത്തേക്കൊന്ന് നോക്കി. ഹെവി ആയിട്ട് അയാളുടെ തയ്യൽ മെഷീനെ കാണൂ. അത് പുറത്തെ ചായപ്പിലിടാം. അതാവുമ്പോൾ അയാൾക്ക് തയ്യലും നടക്കും. സുധി പറയുമ്പോൾ കിച്ചൻ തലയാട്ടി അമ്പാടിയെ നോക്കി. നീ വാടാ, നമുക്ക് കാർ എടുത്തുകൊണ്ട് വരാം. പറഞ്ഞുകൊണ്ട് കിച്ചൻ ബൈക്കിൽ കയറുമ്പോൾ പുറകിൽ കയറി അമ്പാടി. കിച്ചേട്ടാ, വേണ്ടായിരുന്നു. ആ പാവത്തിനെ അടിച്ചത് ശരിയായില്ല. അതും പോരാത്തതിന് എന്തൊക്കെയാ പറഞ്ഞത്. പാവം ലച്ചു ചേച്ചി. ബൈക്ക് വളവ് തിരിയുന്നതിനനുസരിച്ച് അമ്പാടി ചുണ്ട് കൂർപ്പിച്ചു. ആ, അവളത്രയ്ക്ക് പാവമൊന്നുമല്ല. ഇച്ചിരി അഹങ്കാരമുണ്ട്. വലിയ ബിസിനസ്സുകാരിയാണെന്നാ ഭാവം. അതൊന്ന് കുറയട്ടെ. കിച്ചൻ തല മെല്ലെ ചെരിച്ചു. കിച്ചേട്ടന് ലച്ചു ചേച്ചി ഇഷ്ടമാണല്ലേ? അമ്പാടിയുടെ ശബ്ദം പുറകിൽ നിന്നും കാതിൽ പതിഞ്ഞതും കിച്ചൻ ബൈക്കൊന്ന് വെട്ടിച്ചു. എൻ്റെ നിഗമനം ശരിയാണെങ്കിൽ ചേച്ചിക്കും അങ്ങനെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്പാടി നഖം കടിച്ച് ദൂരേക്ക് നോക്കി. നീ ഒരുപാട് നിഗമിക്കണ്ട. എനിക്കവളോട് അങ്ങനൊന്നുമില്ല. സുധിയുമായിട്ട് അവളുടെ വിവാഹം ഉറപ്പിക്കാൻ പോവാ. കിച്ചൻ തലയൊന്ന് വെട്ടിച്ചു. സുധിയേട്ടനോ? അമ്പാടി ചുണ്ടൊന്ന് കോടിച്ചു. അതെന്താടാ, സുധിക്കെന്താ ഒരു കുഴപ്പം? നീ ഇത്ര പുച്ഛിക്കാൻ? കിച്ചൻ മിററിൽ കൂടി കണ്ണ് കൂർപ്പിച്ചു. അയ്യേ, പുച്ഛിച്ചതല്ല. അരവട്ട് പിടിച്ച ലച്ചു ചേച്ചിക്ക് മുഴുവട്ട് പിടിച്ച കിച്ചേട്ടനല്ലേ ചേരുന്നത്? ഇറങ്ങടാ എൻ്റെ വണ്ടിയിൽ നിന്ന്. കിച്ചൻ സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ചാടി ഇറങ്ങിയതും ചെറുക്കൻ ചുറ്റും നോക്കി. ആർക്കടാ മുഴുവട്ട്? കിച്ചൻ അവൻ്റെ ചെവിയിൽ ഒന്ന് ഞരടി. വീട്ടു കിച്ചേട്ടാ, ഈ ദേഷ്യം തന്നെയാ നിങ്ങൾക്ക് ആ ചേച്ചിയോട് ഇഷ്ടമുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. ചെറുക്കൻ പറഞ്ഞതും കിച്ചൻ അവൻ്റെ ചെവിയിൽ നിന്നും കൈ അയച്ചു. കിച്ചേട്ടൻ ചേച്ചിയെ തല്ലിയ നിമിഷം മുതലേ ഏട്ടൻ്റെ നെഞ്ചു പിടയ്ക്കുന്നത് ഞാൻ കാണുന്നതല്ലേ. മാർക്കണ്ടയെ ഉൾപ്പെടെ 5-6 കണ്ട എക്സ്പീരിയൻസിൽ പറയുക. ഇത് പ്രേമമാണ് മോനെ. അപ്പോൾ നിനക്കിത് എത്രാമത്തെ ആടാ? കിച്ചൻ കണ്ണൊന്ന് തള്ളി. 6 or 7 ആയി കാണും. ഇതിപ്പോൾ ആരെങ്കിലും കണക്കെടുക്കുമോ? അമ്പാടി കണ്ണൊന്ന് കോർപ്പിച്ചു.
ഇതിലെങ്കിലും ഉറപ്പിക്കുവോടെ? കിച്ചൻ കൈയൊന്നു വിടർത്തി. ഉറപ്പിച്ചു. 1 തരം, 2 തരം, 3 തരം. ഞാൻ എൻ്റെ മാർക്കുവിൽ വീണു പറഞ്ഞുകൊണ്ട് അവൻ കിച്ചനെ നോക്കി. കിച്ചേട്ടാ, ഇത്രയും നാളത്തെ എൻ്റെ അനുഭവ സമ്പത്തിന്ന് പറയുക ഞാൻ. ഒരുത്തിക്ക് വേണ്ടി നമ്മുടെ ഹൃദയം നോവുന്നെങ്കിൽ അവളെ മനസ്സിലാക്കാൻ കഴിയാതെ നമ്മൾ ഉഴലുന്നുവെങ്കിൽ ഉറപ്പിച്ചോ, അവൾ നമുക്കുള്ളതാ. അങ്ങനെയല്ലേ മാർക്കൂന് മാർക്കിട്ട് ഞാൻ ഉറപ്പിച്ചത്? നീ എന്ത് കുന്തും അജർക്കായി പറയുന്നത്? നീ ആ സുതിക്ക് പഠിക്കുവാണോ? കിച്ചൻ ചുണ്ടൊന്നു കോട്ടി. എൻ്റെ കിച്ചേട്ടാ, ചേട്ടനും ആ ചേച്ചിയോടൊരു ഇഷ്ടമുണ്ട്, ചേച്ചിക്കും ഉണ്ട്. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. പൊന്നു മോൻ പുറകോട്ടിറങ്ങിയിരുന്നു. പ്രേമത്തെക്കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ വരുന്നു, മുട്ടയെന്ന് വിരിയാത്തവൻ. അവനെ പുറകോട്ടുന്തി വണ്ടിയിൽ കയറ്റി കിച്ചൻ തലയൊന്ന് ചെരിച്ചു. അമ്പാടി, നീ കരുതും പോലെ എനിക്കോ അവക്കോ പരസ്പരം ഒന്നുമില്ല. അടിച്ചതിൽ എനിക്കൊരു വിഷമവും ഇല്ല. അവൾക്ക് എന്തുകൊണ്ടും ചേരുന്നത് സുതി തന്നെയാണ്. കിച്ചൻ വണ്ടി മുന്നോട്ടെടുക്കുമ്പോൾ നഖം കടിച്ചവൻ. സരേച്ചി എന്തൊക്കെയാ ഈ പറയുന്നേ? ഒരു നിമിഷം അവളുടെ വിരലുകളുടെ ചലനത്തിലൂടെ ഭയത്തോടെ ലച്ചുവിൻ്റെ കണ്ണുകൾ നീണ്ടു. എന്താ ലച്ചു, ഇതുവരെയൊന്നും എടുത്തു വെച്ചില്ലേ? ആ ചെറുക്കൻ കാറുകൊണ്ട് ഇപ്പോൾ വരും. എന്നിട്ട് നമ്മൾ വൈകിയെന്ന് പറഞ്ഞ് തുള്ളും. സുതി അകത്തേക്ക് വന്ന് കൂടെ സായിക്കുട്ടനെ എടുത്തുകൊണ്ട് സതീഷും. മോൻ പോയി കളിപ്പാട്ടും എടുത്തു വെക്ക് പറഞ്ഞുകൊണ്ട് സതീഷ് കുഞ്ഞിനെ താഴെ നിർത്തി. എന്നിട്ട് സുതിയെ നോക്കി. എന്താടാ? അതാ ഞാനും ഇവളോട് ചോദിക്കുന്നത്. സുതി ലച്ചുവിലേക്ക് നോട്ട് എറിഞ്ഞു. അത് സുതിയേട്ടാ, അയാൾക്ക് സരേച്ചിയെ നേരത്തെ അറിയാമെന്ന്. ചേച്ചിയുടെ അച്ഛൻ. ലച്ചുവിൻ്റെ കണ്ണുകൾ സതീഷിലേക്ക് നീണ്ടു. നീ പറ ലച്ചു, എനിക്കൊരു കുഞ്ഞു പെങ്ങളെപ്പോലെയുള്ളൂ ഈ കുട്ടി. പെങ്ങളെന്ന് വിളിച്ചത് ആത്മാർത്ഥതമായിട്ട് തന്നെയാണ്. സതീഷ് പറയുമ്പോൾ സരയു ശ്വാസം എടുത്തു വിട്ടു. ആ ചുണ്ടിൽ നേരിയ പുഞ്ചിരി വിടർന്നു. സതീഷ് പറഞ്ഞു തീർന്നതും അയാളിൽ നിന്നും സരയു കേട്ടറിഞ്ഞത് ഒരു ഭയത്തോടെ ലച്ചു അവർക്ക് മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ സതീഷ് പല്ല് കടിച്ചു. ഇയാൾക്കപ്പോൾ സേതുമാധവനെ നേരത്തെ അറിയോ? സുതി പുരികമൊന്ന് ഉയർത്തുമ്പോൾ സരയു ഇല്ലെന്ന് തലയാട്ടി. ഇല്ല സുതിയേട്ടാ, ലോറിത്താവളത്തിൽ ഒരുപാട് പേര് വരുന്നതല്ലേ. സരേച്ചിക്ക് അവരെ എങ്ങനെ അറിയാനാ? പിന്നെ ഇതെല്ലാം സരേച്ചിയുടെ അച്ഛനല്ലേ? പറഞ്ഞുകൊണ്ട് ലച്ചു സരയുവിനെ നോക്കുമ്പോൾ ദീർഘമായി ശ്വാസം എടുത്തു വിട്ടവൾ. പെങ്ങളെ, ഈ പന്ന നാറിയേക്കാൾ ചെറ്റ ആരാണെന്നറിയോ? പെങ്ങളുടെ അച്ഛനാണ് കേട്ടോ. അയാളെ എൻ്റെ കൈ കിട്ടിയ വെട്ടിക്കണ്ടിക്ക് ഞാൻ. ഇന്നെനിക്കൊരു ധൈര്യമുണ്ട്. സ്വന്തം പെൺമക്കളെ സംരക്ഷിക്കാൻ എൻ്റെ ഈ കൈകൾ മതിയെന്നുള്ള ധൈര്യം. സതീഷ് പറഞ്ഞതും അവൻ്റെ തോളി പിടിച്ച് സുതി. സരയുൻ്റെ അച്ഛൻ മരിച്ചു. ഇയാളുടെ അമ്മയ്ക്ക് സതീഷേട്ടൻ കാണിച്ച ഈ ധൈര്യം വളരെ വൈകിയാണുണ്ടായത്. സുതി പറയുമ്പോൾ സതീഷ് ആ മുഖത്തേക്ക് ഉറ്റുനോക്കി. ഞാൻ പറഞ്ഞത് സത്യമാണ്. 3 പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചവനാണ് അയാൾ. ഗത്യന്തരമില്ലാതെ ആ അമ്മ അയാളെ കൊന്നു. ഇതുങ്ങൾക്കെല്ലാം വിഷം നൽകി ആ അമ്മയും കുടിച്ചു. പക്ഷേ ഇയാൾ മാത്രം. ചേച്ചി. വാതിൽക്കൽ നിന്നും കിച്ചൻ്റെ ശബ്ദം കേട്ടതും ഒഴുകി വന്ന കണ്ണുനീർ പൊടുന്നനെ തുടച്ചവൾ തിരിഞ്ഞു നോക്കി. ആ സമയം അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കാതെ ദേവമ്മയും കിച്ചനും അകത്തേക്ക് കയറി. അവളുടെ അവസ്ഥ കണ്ട് വല്ലാത്തൊരു നോവ് അവരെ പൊതിഞ്ഞു. മോളെ, നീ കരയുവാണോ? അകത്തേക്ക് വന്ന ദേവമ്മ തല താഴ്ത്തി നിന്നവളുടെ താടിത്തുമ്പ് മെല്ലെ ഉയർത്തി. ആ നിമിഷം അടക്കാനാവാത്ത കണ്ണുനീർ താഴേക്കൊഴുകി. എന്തിനാ കുട്ടി കരയുന്നത്? ഞങ്ങളെല്ലാം കൂടെയില്ലേ? കഴിഞ്ഞതൊക്കെ മറക്ക്. അവർ പറയുന്നതിനനുസരിച്ച് സരീവിൻ്റെ കണ്ണുകൾ അവരിലേക്ക് ചേർന്നതും നേർമയായി ഒന്ന് ചിരിച്ചു ആ അമ്മ. സുധിയും കിച്ചനും എല്ലാവരും എന്നോട് പറഞ്ഞു, ദേ ഇവിടെ ഒരു കുറവും നിനക്ക് ഉണ്ടാവില്ല മോളെ, ഈ കുഞ്ഞിനും ഉണ്ടാവില്ല. നിന്റെ സ്വന്തം വീട് പോലെ കണ്ടാൽ മതി, അല്ലേ കിച്ച? ദേവമ്മ അവളുടെ മുടിയിൽ മെല്ലെ തഴുകി. അതെ ചേച്ചി. പിന്നെ ചേച്ചി ലച്ചുവിനോട് പറഞ്ഞുവെന്ന്, ഞങ്ങൾക്ക് ചേച്ചിയും കുഞ്ഞും ഒരു ബാധ്യതയാകുമെന്ന്. വേണ്ട കേട്ടോ, അങ്ങനെയൊരു ചിന്ത വേണ്ട. കിച്ചൻ പറഞ്ഞതും സരയു വിരൽ കൊണ്ട് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. സരയു, നീ പറയുന്നത് എനിക്ക് മനസ്സിലാകും മോളെ. ദേ നിന്റെ തയ്യൽ മെഷീൻ ആ ചായ്പിൽ വെച്ചിട്ടുണ്ട്.
സ്വന്തം കാലിൽ നിൽക്കാൻ നിന്നെ പ്രാപ്തിയാക്കിയത് സുധിയല്ലേ? ആരുടെ മുൻപിലും തല കുനിക്കാതെ ജീവിക്കാൻ നിനക്ക് കഴിയും. അതൊക്കെ അമ്മ പറയുന്നത് സത്യം. പക്ഷേ എന്ന് കരുതി അന്യരായി കാണരുത് ചേച്ചി ഞങ്ങളെ. ഒരനിയനോട് പറയുന്ന അതേ സ്വാതന്ത്ര്യത്തോടെ എന്തും എന്നോട് പറയാം. കിച്ചൻ നേർമയായി ഒന്ന് ചിരിച്ചുകൊണ്ട് ചുവരിലേക്ക് ചാരി നിൽക്കുമ്പോൾ ദേവമ്മ ശ്വാസം എടുത്തു വിട്ടു. നിനക്ക് വേണ്ടിയായിരുന്നു എൻ്റെ കുഞ്ഞ് ഈ തല്ല് മുഴുവൻ കൊണ്ടതെന്നറിഞ്ഞപ്പോൾ ഈ അമ്മയ്ക്ക് സങ്കടമല്ല, അഭിമാനമായിരുന്നു എൻ്റെ മോനെ ഓർത്ത്. അത്രത്തോളം വേദന എൻ്റെ മോൻ ഉള്ളിൽ ഒതുക്കുന്നുണ്ടെന്ന് ഞാൻ ഇന്ന് അറിഞ്ഞത്. അവർ തല മെല്ലെ ചെരിച്ച് ചുവരിൽ ചാരി നിൽക്കുന്ന കിച്ചനെ നോക്കിക്കൊണ്ട് കണ്ണുകൾ സരീവിലേക്ക് നീട്ടി. അമ്മേ, ദേവമ്മ പറഞ്ഞതും കിച്ചൻ ഒരു ഞെട്ടലോടെ ചുവരിൽ നിന്നും ദേഹം അടർത്തി. സത്യമാണ്. ഇത്രയും നാൾ ലച്ചു കളിയാക്കും പോലെ വകതിരിവില്ലാത്ത കുഞ്ഞു കളിച്ച് നടക്കുന്ന ഒരു താന്തോന്നിയാണല്ലോ എൻ്റെ മകനെന്നോർത്ത് ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇന്നാണ് ഞാൻ അറിഞ്ഞത് ഈ മനസ്സ്. ദേവമ്മ പൊട്ടിക്കരിയുമ്പോൾ കിച്ചൻ നിറഞ്ഞു വന്ന് കണ്ണു വെട്ടിച്ചു. ആ നിമിഷം ദേവമ്മയുടെ തോളി പിടിച്ച് സരയും. നിനക്കറിയുമല്ലോ മോളെ, കിച്ചന് മുകളിൽ എനിക്കൊരു മോള് കൂടി ഉണ്ടായിരുന്നു. സുധിയേക്കാൾ 2 വയസ്സ് കൂടുതലായിരുന്നു അവൾക്ക്. പക്ഷേ കാലം തെറ്റിയ മഴയിൽ പുഴ അതിൻ്റെ സംഹാര രൂപം പൂണ്ടപ്പോൾ അതിനൊപ്പം അവളും പോയി. മറക്കാൻ ശ്രമിക്കും തോറും നെഞ്ചു കൊത്തിവലിക്കുന്ന വേദനയാണ് ഇന്നും അവൾ. ഇന്ന് എൻ്റെ മോൻ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ? ദേവമ്മ കണ്ണീരോടെ അവളെ നോക്കുമ്പോൾ ആ മുഖത്തേക്ക് ഉറ്റുനോക്കി സരയൂ. അവൻ്റെ കാത്തുചേച്ചിക്ക് പകരം അമ്മയ്ക്കൊരു മോളെ കൊണ്ടുവന്ന് തന്നാൽ സ്വീകരിക്കുമോ എന്ന്. കൈ പിടിച്ച് നടത്തിയ കൂടപ്പിറപ്പിനെ അവൻ ഇന്നും നെഞ്ചിൽ കൊണ്ടു നടക്കുന്നുണ്ട്. ദേവമ്മ അത് പറയുമ്പോൾ ചുണ്ട് കൂട്ടിപ്പിടിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങി അവൻ. ശ്വാസമൊന്നെടുത്തു വിട്ട് ദേവമ്മ ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിനെ നോക്കി. പാവം കുഞ്ഞ്, അത് പേടിച്ചു പോയി കാണും അല്ലേ മോളെ? അവർ ചോദിക്കുമ്പോൾ അവളുടെ കണ്ണൊന്ന് താഴ്ത്തി അവൾ. കുറച്ചു നാളത്തേക്ക് എന്തായാലും അയാളുടെ ശല്യം കാണില്ലെന്ന് ഇൻസ്പെക്ടർ പറഞ്ഞത്. പിന്നെയും വരുവാണെങ്കിൽ വേണ്ടത് നമുക്ക് ചെയ്യാം മോളെ, നീ സമാധാനത്തോടെ ഇരിക്കും പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങുമ്പോൾ ശ്വാസം എടുത്തു വിട്ടവൾ. കുളത്തിലെ വെള്ളത്തിൽ നിന്ന് ഉയർന്നു വരുന്നതിനൊപ്പം ലച്ചു ശ്വാസം എടുത്തു വിട്ടു. ആ നിമിഷം അവളുടെ കണ്ണിൽ നിന്നും കണ്ണീര് താഴേക്ക് പൊടി. ആ ഈർപ്പത്തോടെ പടവിലേക്ക് കയറിയവൾ കണ്ണും നടച്ചു. കിച്ച, നീ ഇന്നലെ അത്രയും അടി വാങ്ങിക്കൂട്ടിയതും ഇത്രയും പേരുടെ മുമ്പിൽ നാണം കെട്ടതിനും കാരണം സേതുമാധവനല്ലേ? സതീഷിൻ്റെ വാക്കുകൾ വീണ്ടും വീണ്ടും അവളുടെ നെഞ്ചിനെ ഉലയ്ക്കുമ്പോൾ പിടപ്പോടെ കണ്ണു തുറന്നവൾ. എൻ്റെ കണ്ണ, എന്തൊരു പാപിയാ ഞാൻ. കിച്ചേട്ടൻ പറഞ്ഞത് ശരിയാ. അത്രയും പേരുടെ മുൻപിൽ അപമാനത്തിനായി അടിയും കെട്ടിയിട്ട് ആ പാവം ഒരു പെണ്ണിൻ്റെ മാനത്തിനാണ് വില കൽപ്പിച്ചത്. പക്ഷെ ഞാനോ ഒരു സൂചനയെങ്കിലും നൽകിയിരുന്നെങ്കിൽ ഇന്ന് സരേച്ചിയുടെ മടിക്കുത്ത് അയാൾ അഴിക്കില്ലായിരുന്നു. വീണ്ടും ലച്ചുവിൻ്റെ തേങ്ങൽ ഉയർന്നു. ലച്ചു! പടവിന് മുകളിൽ സരോജമ്മയുടെ ശബ്ദം കേട്ടതും തല ഉയർത്തി പെണ്ണ് ഒഴുകി വന്ന കണ്ണുനീർ പൊടുന്നനെ തുടച്ചു. അമ്മ എന്തിനാ ഈ വയ്യാത്ത കാലം വെച്ചോണ്ട് ഇങ്ങോട്ട് വന്നത്? വശത്തിരുന്ന് തോർത്തെടുത്ത് നനഞ്ഞ മാറിലൂടെ ചുറ്റി അവൾ പടവുകൾ മുകളിലേക്ക് കയറി. ആഹാ, അത് കൊള്ളാം. നീ ഇതിൽ ചാടി ചത്തോന്നെങ്കിലും എനിക്ക് നോക്കണ്ടേ പെണ്ണേ? വീട്ടിൽ കിടന്ന് കാറി കൂവിയല്ലേ കുളിക്കാൻ ഇങ്ങോട്ട് വന്നത്? സരോജമ്മ പറയുമ്പോൾ പടവ് കയറി വരുന്ന പെണ്ണ് മുഖമൊന്ന് വീർപ്പിച്ചു. പിന്നെ ലക്ഷ്മി ചാകാനായിരുന്നെങ്കിലേ അതെന്നേ ആകാമായിരുന്നു. ഇതിപ്പോൾ ഞാൻ കാരണം സരേച്ചിക്ക്. ലച്ചു പൂർത്തിയാക്കാതെ കണ്ണു വെട്ടിച്ചു. ലച്ചു, നീ എന്തിനാ വീണ്ടും വീണ്ടും കള്ളം പറയുന്നത്? സരോജമ്മ ചോദിക്കുമ്പോൾ അവൾ ആ മുഖത്ത് നോക്കി പുരുകുയർത്തി. നീ മാത്രമല്ലല്ലോ, സരീവിനും അത് തുറന്നു പറയായിരുന്നോ? അവൾ പറയുന്നത് ദേവി ചേച്ചിക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ. അപ്പോൾ നീ മാത്രമല്ല തെറ്റുകാരിയെന്ന് നിനക്ക് ബോധമുണ്ട്. പക്ഷെ കിച്ചൻ്റെ മുൻപിൽ നീ ചെറുതായെന്നോ? അല്ലെങ്കിൽ അവനെ നീ തെറ്റിദ്ധരിച്ചതോ? അതൊക്കെയാണ് നിൻ്റെ ഉള്ളിലെ വിഷമം അല്ലേ? അമ്മയൊന്നും മിണ്ടാണ്ടിരിക്കുന്നുണ്ടോ? കിച്ചേട്ടനെ തെറ്റിദ്ധരിച്ചതിലും കുറ്റപ്പെടുത്തിയതിലും എനിക്ക് വിഷമമുണ്ട്. അത് ഞാനും സമ്മതിക്കുന്നു. ലച്ചു മുഖം വെട്ടിച്ചു.
അതാണ് എനിക്ക് അറിയേണ്ടത്. നീ ഇപ്പോഴും അവനെ കാത്തിരിക്കുവാണോ? ഏ? സരോജമ്മ ചോദിച്ചതും ഒരു ഞെട്ടലോടെ തല ഉയർത്തി പെണ്ണ്. അല്ല. പൊടുന്നിനെ അവൾ കണ്ണൊന്ന് വെട്ടിക്കുമ്പോൾ അവളോട് തോളിൽ പിടിച്ച് ദേഹത്തേക്ക് ചേർത്ത് നിർത്തി ആ അമ്മ. അർഹതയില്ലാത്ത സ്നേഹം മോഹിക്കാൻ പോകരുതെന്ന് ഞാൻ ഒരുപാട് തവണ പറഞ്ഞു. എന്നിട്ടും നിന്റെ മനസ്സ് അവനിലേക്ക് പോകുന്നത് ഞാൻ അറിയുന്നുണ്ട് മോളെ. അമ്മേ, മെല്ലെ തല ഉയർത്തി അവൾ. നിന്റെ മനസ്സിൽ തോന്നുന്നൊരു സ്നേഹം കിച്ചന് നിന്നോടില്ല മോളെ. ഇന്നതെനിക്ക് ബോധ്യപ്പെട്ടു. സരോജ അത് പറയുമ്പോൾ ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി പെണ്ണ്. നീ വൈകിട്ട് സൊസൈറ്റിയിൽ പോയ സമയം അവനിവിടെ വന്നിരുന്നു. എന്തിന്? സരോജമ്മ പറഞ്ഞതും പെണ്ണ് പുരികു ഉയർത്തി. നിന്റെ കല്യാണക്കാരിയെ സംസാരിക്കാൻ. അവർ വശത്തെ മതിലിൽ പിടിച്ചുകൊണ്ട് നിന്നു. കല്യാണമോ? അമ്മ എന്തൊക്കെയാ ഈ പറയുന്നേ? മുൻപോട്ട് നടന്ന അവൾ ഒരു ഞെട്ടലോടെ അവരെ നോക്കി. അവൻ പറയുന്നതിലും കാര്യമുണ്ട്. നീയും ഞാനും ഉൾപ്പെടെ 2 പെണ്ണുങ്ങൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. എവിടെയോ കിടന്ന സരീവിന് സംരക്ഷണം നൽകുമ്പോൾ സ്വന്തം രക്തമായ നിനക്കും ഒരു സംരക്ഷണം നൽകേണ്ട ബാധ്യത അവനില്ലേ? അവർ അവളുടെ മുഖത്തേക്ക് നോക്കി. അതിന് കല്യാണമാണോ വഴി? എൻ്റെ മനസ്സും ഒരു കല്യാണത്തിന് പ്രാപ്തമാകണം. ലച്ചു അല്പം ദേഷ്യത്തോടെ മുൻപോട്ട് കാലെടുത്ത് വെച്ചു. ലച്ചു, കിച്ചൻ പറയുന്നത് കാര്യമുണ്ട്. എന്നും അവരുടെ കണ്ണ് ഇവിടേക്ക് എത്തില്ല. ഇന്ന് സേതുമാധവനാണെങ്കിൽ നാളെ മറ്റൊരുത്തൻ. എന്തെങ്കിലും സംഭവിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതുകൊണ്ട് അമ്മ. അവർ പറഞ്ഞതും അവരെ തറപ്പിച്ച് നോക്കി അവൾ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ച് വേണ്ടത് ചെയ്യാൻ. എനിക്ക് സമ്മതമാണെന്ന്. അമ്മ ആരോട് ചോദിച്ചിട്ടാ സമ്മതം മൂളിയത്? ലച്ചു അവരുടെ നേർക്ക് കണ്ണൊന്ന് കൂർപ്പിച്ചു. അല്ലേ, ഇതെന്തൊരു പാട്. നിനക്ക് കല്യാണം ആലോചിക്കാൻ എനിക്കെന്താ അവകാശമില്ലേ? ഞാൻ തീരുമാനിച്ചു, അത് ഉടനെ നടക്കണം. സരോജമ്മയുടെ ശബ്ദം ഉറച്ചതും പെണ്ണെന്ന് ഉമിനീരിറക്കി അവരെ നോക്കി. അങ്ങനെ ഞാൻ പോയാൽ അമ്മയ്ക്ക് പിന്നെ ആരുണ്ട്? പിന്നെ ഈ കോഴിയും താറാവും പശുവും ഇതിനെയൊക്കെ ആര് നോക്കും? മുറ്റത്തേക്ക് വന്നതും അവൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. നീ സ്ത്രീധനമായി പോകുമ്പോൾ അതുങ്ങളെ കൂടി കൊണ്ടുവയ്ക്കോ? പറയുന്നതിനൊപ്പം ചിരിയോടെ ഉമ്മറത്തേക്ക് കയറി ആ അമ്മ അവളെ തിരിഞ്ഞൊന്ന് നോക്കി. അയയിൽ തോർത്തു വിരിച്ച ശേഷം നഖം കടിക്കുന്ന പെണ്ണിനെ വീണ്ടും ചിരിയോടെ നോക്കി നിന്നവർ. അതെ, നിന്നെ ശരിക്കും അറിയുന്ന ഒരു ചെക്കനാണെന്നാ കിച്ചൻ പറഞ്ഞത്. നിന്നെ മാത്രമല്ല, നിന്റെ ഈ കൃഷി മുഴുവനോടെ ഏറ്റെടുക്കാൻ തയ്യാറാണവൻ. പറഞ്ഞുകൊണ്ട് ചുണ്ടിൽ നേർത്ത ചിരിയോടെ അകത്തേക്ക് പോയവർ. ലച്ചു മുഖമൊന്ന് തിരിക്കുമ്പോൾ ആ അമ്മ അവൾ കാണാതെ ആ കണ്ണിൽ നിന്നും വെള്ളം താഴേക്കൊഴുകി. തുടരും.